അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പ്ലമ്മാണ്, പിന്നെ തക്കാളി, പിന്നെ ചീനമുളക്, പിന്നെ ചുവന്നുള്ളി, ഉപ്പ്. ഇത്രയും വേണ്ട. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. അപ്പോൾ 3 പ്ലമ്മും 1 തക്കാളിയും 5 ചുവന്നുള്ളിയും 4 ചീനമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും പ്ലമ്മൊക്കെ നമുക്കൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് വേണ്ടി വാങ്ങിയതല്ല കേട്ടോ പ്ലം നല്ല പുളി ഉള്ളതുകൊണ്ട് ആരും കഴിക്കണില്ല. അപ്പോൾ അത് വെറുതെ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ചമ്മന്തി. അപ്പോൾ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ പ്ലമ്മും തക്കാളിയും ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിക്ക് നമ്മൾ പുളിക്ക് വേണ്ടി തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം മാങ്ങയോ അതെല്ലാം നെല്ലിക്കയോ ചേർക്കാം. അതുപോലെ തന്നെ പ്ലമ്മിന് പകരം നമുക്കിതിൽ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ ചേർക്കാം കേട്ടോ. അതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടിയിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്ലമ്മും തക്കാളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അധികം അരിഞ്ഞു പോകണ്ട കേട്ടോ. ഈ ചമ്മന്തി അധികം അരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് 2 പ്രാവശ്യം കിർ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും ടേസ്റ്റ് അറിയോ. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.